ഹായ് ഹലോ നമസ്കാരം. ഞാൻ അശ്വതി വിജയ്. ഞാൻ ഈ ഒരു ഡയറി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിൻസ് ബുക്കിലൊക്കെ എഴുതത്തില്ലേ, അതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണമല്ലോ, അങ്ങനെ ഒരു പതിവ് എനിക്കുണ്ട്. അപ്പോൾ അന്നോടുള്ള കാര്യം ഡയറി പോലെ ഞാൻ കുറിച്ച് ചെയ്യും. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, ഇതുവരെ മാറിയിട്ടില്ല. എന്നെ ഇവിടെയൊക്കെ കളിയാക്കി പറയും ആവശ്യമില്ലാതെ എല്ലാം കുത്തിക്കുറിപ്പ് പരിപാടിയാണ്. അന്നോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വന്നിട്ട് ഒരു ബുക്കിൽ ആ ഒരു പിക്ചർ അത് എഴുതി വയ്ക്കുന്ന ഒരു പ്രകൃതം, എൻ്റെ പ്രകൃതം അങ്ങനെയാണ്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഡയറി എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന അന്നത്തെ കാര്യം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം അതല്ലേ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതാണ്, നമ്മളെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പലരും പല കള്ളത്തരവും പറയാറുണ്ടല്ലേ, പല കള്ളത്തരവും പറയാറുണ്ട്. നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പല കള്ളത്തരവും പറയുന്നു. അത് മറ്റുള്ളവർക്ക് എത്രത്തോളം സങ്കട ഒരവസ്ഥയാണ്, എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിന്തിക്കാറില്ല. അതാണ് സത്യം. ഞാനിപ്പോൾ എഴുതി വന്നത് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എഴുതി വന്നത്. അതുകൊണ്ടാവാം എനിക്ക് ഈ എഴുത്തിനോട് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ അധികം വായനയൊന്നുമില്ല, വായിക്കത്തില്ല. ഞാൻ എഴുതും, പക്ഷേ വായിക്കത്തില്ല. എഴുതുമ്പം നല്ല അക്ഷരത്തെറ്റും ഉണ്ടാവും. പക്ഷേ ഞാൻ അത്രയാണ് ആലോചിച്ചിരുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒരാൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, അപ്പോൾ അത് നീ അത് ആരോടും പറയരുത് എന്ന് നമ്മളടുത്ത് നമ്മളെ വിശ്വസിച്ച ഒരാൾ പറയുകയാണ്. അപ്പം അതെന്ത് ചെയ്യും, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കള്ളിയാവേണ്ട സാഹചര്യം ആണെങ്കിൽ പോലും ഞാനത് പുറത്ത് വിടത്തില്ല, ആരോടുമായിട്ട് ഷെയർ ചെയ്യത്തില്ല, ആരും പറയത്തുമില്ല. ചിലപ്പോൾ നമ്മൾ കൂടെ നിന്ന് കേൾക്കുന്നവരോട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, ആരും പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്, അപ്പോൾ അതാരാണ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം, എങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ അത്രത്തോളം ഷെയർ ചെയ്യത്തുള്ളൂ. ഇത് പുറത്ത് വിടാൻ പാടില്ല, പുറത്ത് വിടരുതും എന്നുള്ള രീതിയിൽ. പക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇന്ന ആളാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് അത് പറഞ്ഞത്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, അത് അവരുടെ മനസ്സാണ് കേട്ടോ അവിടെ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ എന്നാണ്